ഈ ക്വസ്റ്റ്യൻ the value of the product 6 raised to 1 by 2 into 6 raised to 1 by 4 into 6 raised to 1 by 8 into etc. up to infinity. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതട്ടെ. 6 raised to 1 by 2 into 6 raised to 1 by 4 into 6 raised to 1 by 8 into 6 raised to 1 by 16 into ഇത് അവസാനിക്കണില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ് ടു ഇൻഫിനിറ്റി. ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? എല്ലാത്തിൻ്റെ ബേസ് 6 ആണ്. എല്ലാത്തിൻ്റെ ബേസ് 6 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പവർ ആഡാണ് ചെയ്യുക അല്ലേ? 6ൻ്റെ പവറുകളെല്ലാം ആഡ് ചെയ്യും. കാരണം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ, പവറുകൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇനി 6ൻ്റെ പവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതൊരു ഇൻഫിനിറ്റ് ജി പി തന്നെയാണല്ലോ. ഇതൊരു ഇൻഫിനിറ്റ് ജി പി ആണ്. ഇത് അവസാനിക്കുന്നില്ലാത്തൊരു ജി പി ആണ്. ഫസ്റ്റ് ടേം 1/2 ആണ്. ഇവിടെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഞാൻ എഴുതാം. ആ ജി പിയുടെ ഫസ്റ്റ് ടേം എന്താണ്? ഇവിടെ സൈഡിലായിട്ട് എഴുതാം. ആ ജി പിയുടെ ഫസ്റ്റ് ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബൈ ഫസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 1/4 ആവുക. 1/2ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണല്ലോ 1/4 ആവുന്നത്. 1/4ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 1/8 ആവുന്നത്. സോ കോമൺ റേഷ്യോ 1/2 ആണ്. നമ്മൾ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അടുത്ത ആളെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് ജി പി ആണ്. ഫോർമുല a/1 - r ആണ്. ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? a/1 - r ആണ് ഇൻഫിനിറ്റ് ജി പിയുടെ സമ്മ് കാണാനുള്ള ഫോർമുല. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2, r എന്ന് പറഞ്ഞാൽ 1/2. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യും. എങ്ങനെയാണ് ഈ 1 - ½ ചെയ്യുന്നത് അതൊന്നും ഞാനിവിടെ പറയണില്ല, അത്രയും സമയം ലാഭിക്കുകയാണ്. കേട്ടല്ലോ? ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. സെപ്പറേറ്റ് ചെയ്തു വരുമ്പോൾ 1 കിട്ടും. ഈ സംഭവം ചെയ്തു വരുമ്പോൾ 1 കിട്ടും. അപ്പോൾ 6 raised to 1 വരും. ദാറ്റ് ഈസ് 6 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ.